നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെസ്റ്റ് നൈൽ പനി ബാധിച്ച് വയോധികൻ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 67കാരനായ കാഞ്ഞിക്കുളം സ്വദേശിയാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് മരണം. രോഗബാധയുടെ ഉറവിടം കണ്ടെത്തി വരികയാണെന്നും പ്രദേശത്തെ വീടുകളിൽ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ഏർപ്പെടുത്തിയതായും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലും രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യമാണുള്ളത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി ഇതിനോടകം 10 പേർക്ക് പനി സ്ഥിരീകരിച്ചിരുന്നു. ഇതിൽ മരണപ്പെട്ട 2 പേരുടെ സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ക്യൂലക്സ് കൊതുകുകൾ പരത്തുന്ന രോഗമാണ് വെസ്റ്റ് നൈൽ പനി. തലകറക്കം, ക്ഷീണം, അപസ്മാരം, പനി, തലവേദന എന്നിവയൊക്കെയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. വൈറസ് ബാധിച്ച രക്തം ശരീരത്തിലെത്തിയാണ് രോഗം പടരുന്നത്. മനുഷ്യരിൽ പനിയാണ് പ്രകടമായ ലക്ഷണമായി കാണുന്നത്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. രോഗലക്ഷണങ്ങൾ കാണപ്പെട്ടവരുടെ രക്തം, നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത് നീര് എന്നിവ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം വെസ്റ്റ് നൈൽ ഫീവർ ആണെന്ന് കണ്ടെത്തിയത്. പിന്നീട് സ്രവങ്ങൾ പുണെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ച് സ്ഥിരീകരിച്ചു. പനി, തലവേദന, അപസ്മാരം, പെരുമാറ്റത്തിലെ വ്യത്യാസം, ബോധക്ഷയം, കൈകാൽ തളർച്ച തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. ഇതിന് സമാനമാണ് മസ്തിഷ്ക ജ്വരത്തിന്റെയും ലക്ഷണങ്ങൾ. രോഗബാധയുണ്ടായ ചിലർക്ക് മസ്തിഷ്ക ജ്വരമാണെന്ന നിഗമനത്തിലാണ് ആദ്യം ചികിത്സ നൽകിയത്. ഇതും രോഗം മൂർച്ഛിക്കാൻ കാരണമായി. മെഡിക്കൽ കോളേജിലെ VRDL ലാബിലെ പരിശോധനയിലെ സ്ഥിരീകരണത്തിന് ശേഷമാണ് തുടർ നടപടികൾ ഉണ്ടായത്. രോഗം പിടിപെടുന്നവരിൽ 1% താഴെ ആളുകൾക്ക് മാത്രം മസ്തിഷ്ക ജ്വരം വരാം. അങ്ങനെയുള്ളവർക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യത 10% മാത്രമാണ്. വൈറസാണ് രോഗകാരണം. ഈ രോഗം പിടിപെട്ട പക്ഷികളിൽ നിന്ന് കൊതുകിലേക്കും കൊതുകിൽ നിന്ന് മനുഷ്യരിലേക്കും പകരും. കൊതുക് കടിയേൽക്കുന്നതിലൂടെ മാത്രമേ രോഗം പകരൂ. രോഗത്തിന് പ്രതിരോധ വാക്സിൻ ഇല്ല. കൊതുക് കടിയേൽക്കാതെ നോക്കുക എന്നത് മാത്രമാണ് പോംവഴി. പിടിപെട്ട് കഴിഞ്ഞാൽ സാധാരണ വൈറൽ പനി മാറുന്നത് പോലെ ഭേദമാകും. ചിലരിൽ രോഗം വിട്ടുപോകാൻ മാസങ്ങളോളം സമയം വേണ്ടി വന്നേക്കാം. യുഗാണ്ടയിലെ വെസ്റ്റ് നൈൽ ജില്ലയിൽ ആദ്യമായി കണ്ടെത്തിയതിനാലാണ് പനിക്ക് ഈ പേര് വന്നത്. കൊതുകുകൾ ഇല്ലായ്മ ചെയ്യുകയാണ് ഈ രോഗത്തെ നേരിടാൻ പ്രധാനമായും വേണ്ടത്. അതുകൊണ്ട് തന്നെ പരിസര ശുചീകരണം അനിവാര്യതയാണ്. ക്യൂലക്സ് കൊതുകുകൾ പരത്തുന്ന ഒരുതരം പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ. അതേസമയം സംസ്ഥാനത്ത് ഇടവിട്ട് മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ ഡെങ്കിപ്പനി വ്യാപന സാധ്യത മുന്നിൽ കണ്ട് ഈ വരുന്ന ഞായറാഴ്ച വീടുകളിൽ ഡ്രൈ ഡേ ആചരിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. വ്യക്തികളും സ്ഥാപനങ്ങളും ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കേണ്ടതാണ്. തദ്ദേശ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും ഇത് ഉറപ്പാക്കണം. ഉറവിട നശീകരണമാണ് ഡെങ്കു, ചിക്കൻ ഗുനിയ തുടങ്ങിയ സിക്ക പനികളെ തടയാനുള്ള പ്രധാന മാർഗം. വീടും സ്ഥാപനത്തിനും അകത്തും പുറത്തും അല്പം പോലും വെള്ളം കെട്ടി നിർത്താതെ നോക്കുകയാണ് പ്രധാനമെന്നും വീടും പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു.